ഹായ് ഓൾ, വെൽക്കം ടു നൈനാസ് വേൾഡ്. ഇറ്റ്സ് മീ നഹിന. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സലൂ കിച്ചൻ നടത്തുന്ന സമീറത്തയും ഫാമിലിയും കാലിക്കറ്റ് സ്വപ്നനഗരിയിൽ വനിതാ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്നത് അറിഞ്ഞിരുന്നു, യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിരുന്നു. അതെല്ലാം രാവിലെ ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം, നല്ല ത്രില്ലിനാണ് ഇത്തന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞു വ്ളോഗാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ടൈമിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കാലിക്കറ്റിലെ സ്വപ്നനഗരി. ഈ പാലത്തിൻ്റെ അടിയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടും പിന്നെ ഈ വെള്ളത്തിൽ നിറയെ ആഫ്രിക്കൻ പായലുകൾ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് അതിലേക്ക് എൻട്രിയിലേക്ക് പോകുന്ന വഴിയാണിത്. സലൂ കിച്ചണിലെ സമീറത്തെയും ഫാമിലിയെയും അറിയാത്തവരായ ആരും ഉണ്ടാവില്ല. ഇവർക്ക് സലൂ കിച്ചൻ, സലൂ പ്ലസ്, സലൂ ടാഗ് എന്നീ 3 യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചാനലൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പം ഞങ്ങൾ ഈ സ്റ്റാൻഡ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡുകൾ കാണാൻ സാധിക്കും. ഓരോരുത്തർ അവരുടേതായ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കത് വാങ്ങിയിട്ട് കഴിക്കാൻ ഇവിടെ തന്നെ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാടനെ എത്താനാണ് തിരയുന്നത്. അപ്പോൾ ഇവിടുന്ന് എത്താൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റോളിലാണെന്നുള്ളത് അറിയില്ല, എവിടെയാണ് എത്താൻ ഉള്ളത് എന്നുള്ളത്. അപ്പം നമ്മൾ എത്താനെ തിരയുന്നതോടൊപ്പം ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും കാണുകയാണ്. അങ്ങനെ അവസാനം നടന്ന് ഇത്താൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്താറായി. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ഇത്താനെ കണ്ടതിന് ശേഷമുള്ള കുറച്ച് നിമിഷങ്ങളാണ്. ഇത്താക്ക് വേഗം നമ്മളുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി. കുറേ സംസാരിച്ച് നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണോ ഇത്താനെ കാണുന്നത് അതേപോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ഫീലായിരുന്നു. ഫസ്റ്റായിട്ട് കണ്ടതാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നല്ല ഫ്രണ്ട്ലിയാണ് ഇത്തയും ഫാമിലിയും. അപ്പോൾ ഇത്താനും ഫാമിലിയും എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
ഞാൻ ഇത്തായെ കണ്ട ആ ഒരു ഹാപ്പി മൊമെൻ്റ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷം തന്ന നിമിഷമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ഈ ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അല്ല ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ